നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കേസെടുത്തതിന് പിന്നിൽ പലരും പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ജാതി പറഞ്ഞു അല്ലെങ്കിൽ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമൊക്കെയാണ് കേസിന് പിന്നിലെന്ന് നമുക്കറിയാം. അതിന് കാരണമായി പറയുന്നത് ഗുരുവായൂരിൽ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ, ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് ഒരു ഹിന്ദു MLA ആകാനുള്ള നിയോഗം തനിക്കുണ്ടാകും എന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിനാണ് ഗോപാലകൃഷ്ണനെതിരെ ജാതീയമായ രീതിയിൽ ആക്ഷേപിച്ചുവെന്നോ അല്ലെങ്കിൽ വർഗീയത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കേസെടുക്കാനുള്ള നീക്കം നടന്നത്. ഏതായാലും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് നിയമപരമായി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം ഒരു കേസൊക്കെ മതി. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, അവിടെ ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാനും സാധിക്കും. ബി ഗോപാലകൃഷ്ണന്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. വർഷങ്ങളായി ആ ഗുരുവായൂരിൽ എപ്പോഴും മത്സരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇരു മുന്നണികളും മത്സരിപ്പിക്കാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തെക്കുറിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നു. ഒരല്പം പോലും, ഒരു ഇഞ്ച് പോലും മാറുന്നില്ല എന്നാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇടത് വലത് മുന്നണികൾ ഹിന്ദു സ്ഥാനാർത്ഥിയെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കുന്നില്ല. ഇരു മുന്നണികൾക്കും മതം തന്നെയാണ് പ്രശ്നം. ഗുരുവായൂരിനെ വീണ്ടെടുക്കാനുള്ള മത്സരമാണിത് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നതും. ഗുരുവായൂരിലെ പ്രധാന വിഷയം കുടിവെള്ളമാണ്. പവിത്രമായ ഗുരുവായൂരിലെ ബാക്ടീരിയ നിറഞ്ഞ കുടിവെള്ളം, ആ കുടിവെള്ളത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. കിണറ്റിലെ വെള്ളം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചോദിക്കുന്നത്. കുടിവെള്ളം കൊടുക്കാത്തവർക്ക് വോട്ട് കൊടുക്കണോ? ഏതൊക്കെ ടാപ്പുകൾ തുറന്നാലും അതിൽ വായു മാത്രമാണ് ചില ടാപ്പുകൾ തുറക്കുമ്പോൾ. അതായത് കുടിവെള്ളമില്ല, ഉള്ള വെള്ളം ബാക്ടീരിയയാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ടാപ്പ് തുറന്നാൽ അതിൽ വായു മാത്രമാണ് വരുന്നത്. അതായത് ഒരു തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കാനുള്ള ശ്രമിക്കുന്നവരാണ് എന്നും ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളാക്കി ഇതുവരെ നിർത്തിയിട്ടുള്ളവരെല്ലാം ഇങ്ങനെ ഗുരുവായൂരിനെ ഇല്ലാതാക്കാൻ, ഒരു തീർത്ഥാടന കേന്ദ്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് എന്നുമാണ് വളരെ കൃത്യമായി തന്നെ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഗുരുവായൂരിലെ പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങളാണ്. ഗുരുവായൂരിൽ 32 ആനകൾ ഇപ്പോൾ ചരിഞ്ഞു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് സ്ഥലം MLA അന്വേഷിച്ചിട്ട് പോലുമില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പറയുന്നവർ ഇത് അന്വേഷിക്കാൻ തയ്യാറാവില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവുമാണ്, പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശബ്ദിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ഗുരുവായൂരിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഭാഗമായി മാത്രമേ ഗുരുവായൂരിൽ എന്തെങ്കിലും നടന്നിട്ടുള്ളൂ എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്തുകൊണ്ട് 50 വർഷമായിട്ടും ഗുരുവായൂരിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടത് വലത് മുന്നണികൾ നിർത്തുന്നില്ല? ഇത് ഗുരുവായൂരിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്നും വർഗീയത എന്തെന്നറിയണമെങ്കിൽ മലപ്പുറത്തേക്ക് നോക്കണമെന്നും മതം നോക്കി ആരാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്ന് അറിയാൻ പറ്റുമെന്നുമൊക്കെയാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അത് മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം. ഇപ്പോൾ CPM, ഞാൻ പറഞ്ഞല്ലോ, നവോത്ഥാനത്തിൻ്റെ നായകരാണ് CPM എന്നൊക്കെയാണ് വെപ്പ്. അവർ ഇത്രയും വർഷം കൂട്ടിക്കൊഴിച്ച് മതേതരത്വം എല്ലാവർക്കും നൽകിയ, സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ നൽകിയ മണ്ണാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ്. മതേതരരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും ആ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത നോക്കി അവിടെ ഏത് വിഭാഗക്കാരാണ് കൂടുതലുള്ളതെന്ന് നോക്കി, ഹിന്ദു ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഹിന്ദുക്കളുടെ വോട്ട് ഒരു കാലത്തും ഏകീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രണ്ടും ഒരുമിച്ച് കിട്ടുന്ന വോട്ടുകളാണ്. അതായത് സെമിറ്റിക് മതങ്ങൾ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി അവർ ഒരുമിച്ചേ വോട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും എല്ലാ മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഇത് തന്നെയാണ് ചർച്ചാ വിഷയമാകുന്നത്. എവിടെയാണ് അല്ലാതെ ചർച്ചാ വിഷയമല്ലാത്ത സ്ഥലമുള്ളത്? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും അത്തരം ചില കാര്യങ്ങൾ നടത്തുന്നവരാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണനെ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത്. ഗുരുവായൂരിൽ ഇതിനു മുമ്പ് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആൽത്തറയിലേക്ക് അവിടെ വന്ന ഒരു ആൾ, ഹോട്ടൽ നടത്തുന്ന ആളാണ്, അയാളുടെ ഗുഹ്യഭാഗത്തുള്ള രോമം പറിച്ച് അവിടെ ആ ആൽത്തറയിൽ ഇടുന്ന കണ്ടു. അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ട ആളെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്. അയാൾക്കെതിരെ ഒന്നും സംഭവിച്ചില്ല. പറയുന്നത് അയാൾക്ക് മാനസിക രോഗമുണ്ട് എന്നാണ്. മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഹോട്ടൽ നടത്താൻ കഴിയുക? അപ്പോൾ എന്താണ് കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാട്? മറ്റൊരു സ്ത്രീ, നമുക്കറിയാം, കൃഷ്ണഭക്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഗുരുവായൂരിൽ അടിക്കടി നിരന്തരം
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കൊണ്ടിരുന്ന സ്ത്രീ അറിയാം, റീൽസും ഒക്കെ ചെയ്ത് അവർക്കെതിരെ ആര് പരാതി കൊടുത്താലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും അവർക്കെതിരെ പരാതി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഗുരുവായൂർ എന്ന തീർത്ഥാടന കേന്ദ്രത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം കാലാകാലങ്ങളായി നടത്തുന്നുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് ഏവർക്കും തോന്നുന്നത്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. ഗുരുവായൂരിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് താൻ ഇവിടെ എത്തിയത് എന്ന ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. കേരളത്തിലെ ഹിന്ദു സമൂഹം അത് കണ്ണു തുറന്ന് കാണുക തന്നെ ചെയ്യണം.